ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നേ ഒരു കപ്പ ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല, എല്ലും കപ്പയും ഒക്കെ കൂടി ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് എല്ലോടുകൂടി വാങ്ങിച്ചിട്ടുണ്ട്. എല്ലും മറ്റേ മാംസവും നെയ്യൊക്കെ കൂടി ആണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട ശേഷം പിന്നെ വലിയൊരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി, ഒരു 10 പീസ് ചെറിയ ഉള്ളിയും കൂടിയുണ്ട്. ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്തത്, ഒരു വലിയ ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ വഴറ്റി അങ്ങനെ സവാള വഴറ്റി ഉണ്ടാക്കുന്ന കറിയല്ല, ഇതെല്ലാം കൂടിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി സ്വല്പം വിനാഗിരി ഇല്ലേ, അതും കൂടി ഒഴിച്ചിട്ട്, എന്താ വെച്ചാൽ എല്ലും മാംസവും ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് വേഗം ചിലപ്പോൾ ഇച്ചിരി ഇതായിരിക്കും. അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഞെരടി എല്ലും മാംസവും ഒക്കെ കൂടിയാണ്. ഈ കപ്പ വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇറച്ചിയാണ് വാങ്ങണത് കേട്ടോ, ബീഫ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഞെരടി ഒരു 10 മിനിറ്റ് വെച്ച ശേഷം ഈ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. 10 മിനിറ്റ് വയ്ക്കാം, എന്നാലേ നന്നായിട്ട് പിടിക്കുള്ളൂ. പിന്നെ ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് വെച്ചിട്ട് ഈ തണ്ടോട് കൂടിയുള്ള 2 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു ഉരുളി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് മുളകൊക്കെ വറുത്തിടുന്നുണ്ട്. നന്നായിട്ട് കടുക് പൊട്ടിയ ശേഷം കൊല്ലമുളകും കൂടി ഇട്ട്, കടുക് നന്നായി പൊട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ കൊല്ലമുളക് ഇടുന്നത് കേട്ടോ, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോകും. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് കട്ട് ചെയ്ത് വെച്ചേക്കണ കൊല്ലമുളകും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില, എന്തോരം കറിവേപ്പില ഇട്ടാലും ഇതിന് ടേസ്റ്റ് കേട്ടോ ഈ കപ്പയ്ക്ക്. ഇപ്പോൾ കപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് റെഡിയാക്കുന്നത്. ബീഫ് അവിടെ നിന്ന് കുക്കറിൽ നിന്ന് വെന്ത് പാകായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് നാളികേരം ചേർക്കുന്നുണ്ട്. ഒരു അരമുറി നാളികേരത്തിൽ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല ഇങ്ങനെ തെരുപ്പായി നന്നായിട്ട് വെണ്ണ പോലെ ആയിരുന്നില്ല, റെഡിയാക്കി വെച്ച് ആണ് ഇട്ടത്. അതൊന്ന് വഴന്നതിന് ശേഷം കപ്പ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ, ഇതിനു മുമ്പ് ഞാൻ ഇതുപോലത്തെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കപ്പ ഇതുപോലെ നന്നായിട്ട് വെന്ത കപ്പയായിട്ട് നല്ല പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. ഞാനൊരു പാത്രത്തിലിട്ട് വേവിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഇറച്ചി ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ കപ്പയും ബീഫ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, ഭയങ്കര കാര്യമായിട്ട്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കാനായിട്ട് ഞാൻ ബീഫ് കൂട്ടാത്തതുകൊണ്ടേ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കപ്പ എടുത്ത് വെച്ചിരുന്നു കേട്ടോ നേരത്തെ. ഇതിപ്പോൾ ഇതെല്ലാം റെഡിയായിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് എല്ലാവർക്കും ഇത് ധൃതിയായി കഴിക്കാനായിട്ട്. പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഈ കപ്പയും ബീഫും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കപ്പയിലാണെങ്കിൽ നല്ല വേരൊക്കെ ഉള്ള കപ്പയാണ്, അപ്പോൾ അതൊക്കെ കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ ബീഫ് റെസിപ്പിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാനിത് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കാണണേ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം, കുക്കിംഗ്. താങ്ക് യു.